നിരായുധീകരണ കരാർ അംഗീകരിച്ചിട്ടും ആക്രമണം തുടർന്ന് ഇസ്രായേൽ. പലസ്തീൻ സായുധ സംഘമായ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചതിനു ശേഷവും ഗാസയിൽ കനത്ത ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. വെള്ളിയാഴ്ച രാത്രി മധ്യ ഗാസയിലുണ്ടായ ആക്രമണത്തിൽ കുറഞ്ഞത് 2 പേരെങ്കിലും മരിച്ചു. ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടതിനു ശേഷമാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഗാസയിൽ ഹമാസിനെ നിരായുധീകരിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കരാറിനെ അംഗീകരിക്കുന്നതായി ഹമാസ് വൃത്തങ്ങൾ വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു. കെയ്റോയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിലാണ് ഘട്ടം ഘട്ടമായുള്ള നിരായുധീകരണത്തിന് ധാരണയായത്. ബോർഡ് ഓഫ് പീസിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ പുതിയ സർക്കാർ നിലവിൽ വരുന്നതിന് മുന്നോടിയാണ് ഇതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. മുൻപ് ട്രംപ് മുന്നോട്ട് വെച്ച 20 നിർദ്ദേശങ്ങൾ അടങ്ങിയ ഗാസ സമാധാന കരാറിന്റെ 2ാം ഘട്ടമാണിത്. എന്നാൽ ഗാസയുടെ സമ്പൂർണ്ണ നിരായുധീകരണം എന്ന തങ്ങളുടെ ആവശ്യം കരാറിൽ ഇല്ലെന്ന് പറഞ്ഞ ഇസ്രായേൽ ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. അതിനിടെ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ റോഡ് മാപ്പിനെ അറബ് രാജ്യങ്ങൾ പിന്തുണച്ചു. സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളാണ് പദ്ധതിയുടെ പുരോഗതിയെ പിന്തുണയ്ക്കുന്നെന്ന് കാട്ടി സംയുക്ത പ്രഖ്യാപനം പുറത്തിറക്കിയത്. അതേസമയം ഗാസയിലെ ഹമാസ് ഇല്ലാത്ത എല്ലാ അസായുധ ഗ്രൂപ്പുകളെയും പൂർണ്ണമായും നിരായുധീകരിക്കുന്നതിനായി ബോർഡ് ഓഫ് പീസ് കരാറിലെത്തിയതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇതൊരു ചരിത്രപരമായ നേട്ടമാണെന്ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ചു. സ്ഥിരമായ സമാധാനത്തിലേക്കും സുരക്ഷയിലേക്കുമുള്ള വൻ ചുവടുവെപ്പാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ബോർഡ് ഓഫ് പീസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണ പദ്ധതിയോട് ഹമാസ് പൂർണ്ണമായും യോജിച്ചെന്നും ഉടൻ തന്നെ അറിയിപ്പുണ്ടാകുമെന്നും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിരായുധീകരണം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഇസ്രായേൽ ഗാസയിൽ നിന്നും പിന്മാറും. ഗാസയിൽ പുതിയ പലസ്തീൻ സർക്കാർ നിലവിൽ വരുന്നതിലേക്ക് നിർണായക ചുവടുവെപ്പാണിതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഗാസ വെടിനിർത്തൽ പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഹമാസിന്റെ നിരായുധീകരണവും ഗാസയുടെ പുനർനിർമ്മാണവും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി താൻ മുന്നോട്ട് വെച്ച 20 പദ്ധതികളുടെ നിർണായകമായ ഘട്ടമാണിതെന്ന് ട്രംപ് വ്യക്തമാക്കി. ഈ കരാർ സാധ്യമാക്കുന്നതിൽ മധ്യസ്ഥത വഹിച്ച ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു. അടുത്ത ഘട്ട മധ്യസ്ഥ ചർച്ച കെയ്റോയിൽ നടത്തുമെന്നും ഈജിപ്ഷ്യൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഫ്രാൻസ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ സൈന്യം അവരുടെ കടമകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാൽ ഹമാസ് കരാറിന്റെ ഒരു ഭാഗവും നടപ്പിലാക്കില്ലെന്ന് ഹമാസ് ചർച്ചാ പ്രതിനിധി സംഘത്തിലെ അംഗമായ ഗാസി ഹമദിനെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ചർച്ചകൾ ബുദ്ധിമുട്ടുള്ളതും ദുഷ്കരവുമായിരുന്നു. ഏറ്റവും മികച്ച ഫോർമുലയിൽ എത്തിച്ചേരാൻ തങ്ങൾ ശ്രമിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിൽ നിന്നും ഇസ്രായേൽ പിൻവാങ്ങുന്നതിനെയും ഗാസയുടെ പുനർനിർമ്മാണത്തിലെ പുരോഗതിയെയും ആശ്രയിച്ചായിരിക്കും നിരായുധീകരണമെന്നും ഹമാസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.